നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 17 ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്തുടനീളമുള്ള ഫാർമസികളിൽ നിന്നും കഫ് സിറപ്പുകൾ ഉൾപ്പെടെയുള്ള സിറപ്പുകൾ വാങ്ങുന്നതിന് ഉപഭോക്താക്കൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഹാജരാക്കുന്നത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിർബന്ധമാക്കി. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പുറത്തിറക്കിയ കരട് നിർദ്ദേശത്തെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം പരിശോധിച്ച ശേഷമാണ് 2026 ജൂൺ 9 കേന്ദ്രം ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. പുതിയ വിജ്ഞാപനം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ മരുന്നുകൾ ഇനി കൗണ്ടറുകളിലൂടെ നേരിട്ട് ലഭ്യമാകില്ല. ഇത്തരം സിറപ്പുകൾ വാങ്ങണമെങ്കിൽ ഉപഭോക്താക്കൾ രജിസ്റ്റർ ചെയ്ത ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ സാധുവായ കുറിപ്പടി നിർബന്ധമായും കാണിക്കണം. മധ്യപ്രദേശിലും രാജസ്ഥാനിലും നിരവധി കുട്ടികളുടെ മരണത്തിന് ഗുണനിലവാരം കുറഞ്ഞ സിറപ്പുകളുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഇത്തരം സിറപ്പുകളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെയും നിയന്ത്രണ മേൽനോട്ടത്തെയും കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ശക്തമായി. സിറപ്പ് അടിസ്ഥാനമാക്കിയുള്ള മരുന്നുകളുടെ നിർമ്മാണം, വിതരണം, വിൽപ്പന എന്നിവയിൽ കർശനമായ ഗുണനിലവാര പരിശോധനകളും നിയന്ത്രണങ്ങളും വേണമെന്ന ആവശ്യവും ഇതോടെ ഉയർന്നുവന്നു. നിയമ ഭേദഗതിയുടെ ഭാഗമായി ഡ്രഗ്സ് നിയമങ്ങളിലെ ഷെഡ്യൂൾഡ് കെ പ്രകാരം പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഇളവുകളുള്ള മരുന്നുകളുടെ വിഭാഗത്തിൽ നിന്നും സിറപ്പുകൾ എന്ന പദം സർക്കാർ നീക്കം ചെയ്തു. ഈ മാറ്റം സിറപ്പുകളുടെ നേരിട്ടുള്ള വിൽപ്പന ഫലപ്രദമായി അവസാനിപ്പിക്കുകയും അവയെ കൂടുതൽ കർശനമായ നിയന്ത്രണ ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: തദ്ദേശ വാർഡ് പുനർവിഭജന നടപടികൾ പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ പുതിയ ഡിജിറ്റൽ വീട്ട് നമ്പറുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പഴയ നമ്പറുകൾ കെ സ്മാർട്ടിലേക്ക് പോർട്ട് ചെയ്താണ് ഈ പുതിയ നമ്പറുകൾ ക്രമീകരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചില പഞ്ചായത്തുകളിൽ ഇത് വിജയകരമായി നടപ്പിലാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇതിനായുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഒരു മാസത്തിനകം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ പുതിയ ഡിജിറ്റൽ നമ്പർ പ്രകാരം കെട്ടിട നികുതി അടയ്ക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും ജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങും. ഇനി മുതൽ പുതുതായി വീട് നിർമ്മിക്കുന്നവർക്കും തൊട്ടടുത്ത വീടിന്റെ തുടർച്ചയായുള്ള നമ്പർ തന്നെയായിരിക്കും ലഭിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സുകളിൽ ലഭിക്കുന്ന സൗജന്യ യാത്ര ഇനി വെറും ഒരു യാത്രയിൽ മാത്രം ഒതുങ്ങിയേക്കില്ല. സീറോ ടിക്കറ്റുകൾ നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾക്ക് അർഹമാക്കുന്ന പുതിയ പദ്ധതിയാണ് ഗതാഗത വകുപ്പ് ആലോചിക്കുന്നത്. ഇതോടെ സൗജന്യ യാത്രയ്ക്കായി ലഭിക്കുന്ന ടിക്കറ്റുകൾ സൂക്ഷിച്ചു വെക്കാൻ യാത്രക്കാർക്ക് മറ്റൊരു കാരണം കൂടി ലഭിക്കുകയാണ്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ടിക്കറ്റുകൾ കളയാതെ സൂക്ഷിക്കണമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ നിർദ്ദേശിച്ചതിന് പിന്നിലും ഈ ആശയമാണെന്നാണ് വിവരം. ടിക്കറ്റിലെ നമ്പറുകൾ അടിസ്ഥാനമാക്കി നറുക്കെടുപ്പ് നടത്തി സമ്മാനങ്ങൾ നൽകുന്ന രീതിയാണ് പരിഗണനയിലുള്ളത്. അതേസമയം ഈ പദ്ധതിയിലൂടെ KSRTCക്ക് അധിക വരുമാനം കണ്ടെത്താനും ശ്രമമുണ്ട്. നിലവിൽ ഒരു ടിക്കറ്റ് അച്ചടിക്കാൻ മെഷീനിലെ പേപ്പർ ഏകദേശം 13 പൈസ ചിലവാകുന്നുണ്ട്. ഈ ചിലവ് നികത്തുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമായി ടിക്കറ്റിന്റെ പിൻഭാഗത്ത് പരസ്യങ്ങൾ അച്ചടിക്കാനാണ് തീരുമാനം. പരസ്യദാതാക്കൾ തന്നെയായിരിക്കും സമ്മാന പദ്ധതിയുടെ സ്പോൺസർമാരാവുക എന്ന തരത്തിലാണ് ആലോചനകൾ നടക്കുന്നത്. ടിക്കറ്റുകൾ യാത്രക്കാർ സൂക്ഷിച്ചു വെക്കുന്നതിലൂടെ പരസ്യങ്ങൾ വീടുകളിലേക്ക് നേരിട്ടെത്തുമെന്നതിനാൽ ഇത് പരസ്യദാതാക്കൾക്കും വലിയ തോതിൽ പ്രയോജനകരമാകും. ഇതിനായി KSRTC ഉടൻ തന്നെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. സൗജന്യ യാത്രയെ കൂടുതൽ ആകർഷകമാക്കുന്നതിനൊപ്പം KSRTCക്ക് അധിക വരുമാനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള നീക്കമായാണ് പുതിയ സമ്മാന പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: 2027 നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്ന് ജൂൺ 16 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. സെൻസസ് പോർട്ടൽ വഴി ഇന്നു മുതൽ 15 ദിവസത്തേക്ക് പൊതുജനങ്ങൾക്ക് തങ്ങളുടെ കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണ്. വീടുകളിലെത്തി നേരിട്ടുള്ള കണക്കെടുപ്പ് ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. നിലവിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടുത്തെ വിവരങ്ങളാണ് ജനസംഖ്യാ കണക്കെടുപ്പിനായി കൈമാറേണ്ടത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നടക്കുന്ന 8ാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പിനാണ് ഇന്നു മുതൽ കേരളത്തിൽ തുടക്കമായിരിക്കുന്നത്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായാണ് ഡിജിറ്റൽ സംവിധാനം വഴി വിവരങ്ങൾ രേഖപ്പെടുത്താൻ അവസരം ലഭിക്കുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി വിവരങ്ങൾ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തുമ്പോൾ വിവരങ്ങൾ കൈമാറാം. എന്നാൽ അടഞ്ഞുകിടക്കുന്ന വീടുകളെയും പ്രവാസികളുടെയും വിവരങ്ങൾ ഈ കണക്കെടുപ്പിൽ ഉൾപ്പെടില്ല. നിലവിലെ താമസ സ്ഥലത്തെ വിവരങ്ങൾ മാത്രമായിരിക്കും എന്യൂമറേറ്റർമാർ ശേഖരിക്കുക. സെൻസസ് വിവരശേഖരണത്തിനായി 61,282 എന്യൂമറേറ്റർമാരെയും 10,189 സൂപ്പർവൈസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്.
എന്യൂമറേറ്റർമാരായി നിശ്ചയിച്ചിട്ടുള്ള സ്കൂൾ കോളേജ് അധ്യാപകരുടെ ഡ്യൂട്ടി ക്രമീകരണം സംബന്ധിച്ച തീരുമാനം വൈകാതെ ഉണ്ടാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. രാജ്യത്ത് സമ്പദ്രംഗം വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന സൂചനയുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യാന്തര വിപണിയിലെ എണ്ണവില വർധനയ്ക്കൊപ്പം ഇൻഷുറൻസ്, ഷിപ്പിംഗ് ചാർജുകൾ ഉയർന്നതും രാജ്യത്തിന് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ന്യൂഡൽഹിയിൽ ഹീറോ മൈൻ ഉച്ചകോടിയിൽ പ്രസംഗിക്കവെ ധനമന്ത്രി വ്യക്തമാക്കി. ആഗോളതലത്തിൽ രാസവളങ്ങളുടെ വില കുതിച്ചുയരുന്നതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാണ്. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കേണ്ടതുണ്ടെന്ന വസ്തുത സർക്കാർ തിരിച്ചറിയുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പുറമെ പ്രകൃതിയും രാജ്യത്തിന് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ രാജ്യത്ത് ഭക്ഷ്യക്ഷാമത്തിന് സാധ്യതയില്ലെന്നും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആവശ്യത്തിന് ധാന്യങ്ങൾ മുൻകൂട്ടി സംഭരിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി. എങ്കിലും മഴയിലുണ്ടാകുന്ന കുറവ് കർഷകരുടെ വരുമാനത്തെ വൻതോതിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയും ധനമന്ത്രി പങ്കുവച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി, ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ആശ്വാസമേകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്നിവയുടെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുക നിലവിൽ കുടിശ്ശികയാണ്. ഈ രണ്ട് ഗഡുക്കളും വിതരണം ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടികൾ പൂർത്തിയാക്കി ധനവകുപ്പിന് ഫയലുകൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക അനുമതി ലഭിക്കാത്തതിനാൽ ഈ ഫയലുകളെല്ലാം ഇപ്പോൾ പെൻഡിങ്ങിലാണ്. ഈ ആനുകൂല്യങ്ങൾ മുൻപത്തെ പോലെ തുടർന്നു പോകണോ അതോ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണോ എന്ന കാര്യത്തിൽ ജൂൺ 19 മാത്രമേ സർക്കാരിന്റെ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അതിനാൽ നിലവിൽ ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതിയ അപ്രൂവലുകൾക്കായി കാത്തിരിക്കുന്നവരും ഈ സാഹചര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കുകയാണോ അതോ പുതിയ നിബന്ധനകളോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ എന്നതിൽ സർക്കാർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. നിലവിലെ അനിശ്ചിതാവസ്ഥ കാരണം താൽക്കാലികമായി ഈ ധനസഹായങ്ങൾ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതല്ല. എന്നാൽ ജൂൺ 19 ബജറ്റ് അവലോകന യോഗത്തിൽ അനുകൂലമായ പ്രഖ്യാപനമുണ്ടായാൽ കുടിശ്ശിക തുകകൾ എത്രയും വേഗം വിതരണം ചെയ്യുകയും പുതിയ അപേക്ഷകൾ മുൻഗണനാക്രമത്തിൽ അനുവദിക്കുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. വരുന്ന ജൂൺ 19 അവതരിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ആദ്യ ബജറ്റോടെ പെൻഷൻ വിതരണത്തിലും പുതിയ പരിഷ്കാരങ്ങളിലും കൃത്യമായ തീരുമാനമുണ്ടാവും. നിലവിലെ UDF ഭരണ കാലാവധി തീരുന്നതിനകം പെൻഷൻ തുക ഘട്ടങ്ങളായി 3000 രൂപയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോഴുള്ള 2000 രൂപയിൽ നിന്നും ഇത്തവണ 200 രൂപയുടെ വർധനവ് വരുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് ശേഷമേ മാസാവസാനമുള്ള പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവൂ. കൂടാതെ സർക്കാരിന്റെ ഔദ്യോഗിക തിരക്കുകൾ കാരണം സാധാരണ ജൂണിൽ നടക്കാറുള്ള വാർഷിക മസ്റ്ററിംഗ് ഇത്തവണ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലേക്ക് നീളാനും സാധ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെ വിധവാ പെൻഷനും അവിവാഹിത പെൻഷനും വാങ്ങുന്നവർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാറിന്റെ കോപ്പി സഹിതം ജൂൺ 30 അതത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനകം ഇത് നൽകാത്തവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ജൂലൈ മാസം മുതൽ പൂർണ്ണമായും റദ്ദാക്കുമെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഏറ്റവും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവുമായി എത്തിയ സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് 2026 ജൂൺ 16 ചൊവ്വാഴ്ച 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 13,875 രൂപയും പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. Please subscribe our channel.